3 പതിറ്റാണ്ടുകൾക്കിടെ 400ഓളം പേരുടെ തിരോധാനം, പെൺകുട്ടികളും യുവതികളും ഉൾപ്പെടെ 100ലേറെ പേരുടെ ദുരൂഹ മരണം. ആരെയും ഭയപ്പെടുത്തുന്ന നാടാണ് കർണാടകയിലെ ധർമ്മസ്ഥല. ബലാത്സംഗത്തിന് ഇരകളായ യുവതികളുടെ മൃതദേഹങ്ങൾ പുറം ലോകം അറിയാതെ കത്തിക്കാനും കുഴിച്ചു മൂടാനും താൻ കൂട്ടുനിന്നുവെന്ന് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. 1998നും 2014നുമിടയിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും നടന്ന തിരോധാന കേസുകളും കൊലപാതകങ്ങളും അതോടെ ചർച്ചയായി. പിന്നീട് കോടതി വരെ നീണ്ട നിയമ പോരാട്ടം. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘമെത്തി തെളിവുകൾ കുഴിച്ചെടുക്കുന്നതോടെ പല രഹസ്യങ്ങളും മറന്നീക്കി പുറത്തു വരികയാണ്. ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥിനികളുമടക്കം 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചുമൂടാൻ നിർബന്ധിതനായെന്നായിരുന്നു ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വെളിപ്പെടുത്തൽ ആദ്യം പോലീസ് അവഗണിച്ചെങ്കിലും കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ആക്ഷൻ കൗൺസിൽ ശക്തമായി രംഗത്ത് വരികയും ചെയ്തതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായത്. കർണാടക വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. കേസിലെ ഏക സാക്ഷിയാണ് മുൻ ശുചീകരണ തൊഴിലാളി. ധർമ്മസ്ഥലയിൽ എവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്, ആരാണ് ഇതിന് നിയോഗിച്ചത്, എത്ര മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടു, ഏതു നിലയിലായിരുന്നു മൃതദേഹങ്ങൾ തുടങ്ങി നിർണായക വിവരങ്ങളാണ് ഇയാൾ SITക്ക് നൽകിയത്. സാക്ഷിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതോടെ വിശദമായ പരിശോധനയ്ക്ക് SIT ധർമ്മസ്ഥലയിൽ എത്തുകയായിരുന്നു. മരങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമായതിനാൽ നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നാണ് പരിശോധന. മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊന്നു കുഴിച്ചുമൂടിയെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. സൂപ്പർവൈസർമാരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തതെന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. താങ്ങാനാകാത്ത മാനസിക സമ്മർദ്ദം മൂലമാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. 2014 ഭീഷണിയെ തുടർന്ന് കുടുംബത്തോടൊപ്പം മറ്റൊരു സംസ്ഥാനത്തേക്ക് പലായനം ചെയ്തിരുന്നു. ആദ്യം ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകുകയായിരുന്നു. തെളിവെടുപ്പിനായി ഇത്തരത്തിൽ കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടമായ തലയോട്ടി ഇയാൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ധർമ്മസ്ഥലയിൽ കാണാതായവരുടെയും കൊല്ലപ്പെട്ടവരുടെയും അടക്കം വിവരങ്ങളും ബന്ധുക്കളുടെ പ്രതികരണങ്ങളും ഇതിനിടെ പുറത്തു വന്നു. മലയാളികളും ധർമ്മസ്ഥലയിൽ ഇരകളായിട്ടുണ്ടെന്നാണ് പരാതി. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളഴിയുന്നതോടെ സമാനതകളില്ലാത്ത കൂട്ടക്കുരുതിയാകും പുറത്തുവരിക. ന്യൂസ് 18 ധർമ്മസ്ഥല.